ഹായ് ഫ്രണ്ട്സ്, എയർ കൂൾ സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു AHU യൂണിറ്റ് വീബൽ ചേഞ്ചിങ് ആണ്. ഇതാണ് AHUവിൻ്റെ സ്റ്റാർട്ടിംഗ് പാനൽ. ഈ പാനലും ഇതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പാനൽ. VFD ത്രൂ ആണ് ഈ മോട്ടർ ഓടുന്നത്. ഇതിൽ നമുക്ക് അതുപോലെ തന്നെ പുഷ് ബട്ടൺ, സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ AHU യൂണിറ്റ്. യോർക്ക് എന്ന അമേരിക്കൻ കമ്പനിയുടെ AHU യൂണിറ്റാണിത്. ഇതിൽ നമുക്ക് ചിൽഡ് വാട്ടർ ലൈൻ ഇൻ ആൻഡ് ഔട്ടൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് AHUവിൻ്റെ നാനോമീറ്റർ, അതുപോലെ പ്രഷർ സ്റ്റാറ്റ് മുതലായവ. ഇതിലേക്ക് കണക്റ്റ് ആവുന്ന ഇൻലെറ്റ് ലൈനും ഔട്ട്ലെറ്റ് ലൈനുമാണത്. AHUവിൻ്റെ പ്രഷർ ഗേജ്, തെർമോമീറ്റർ, വാട്ടർ ലൈൻ ടെമ്പറേച്ചർ അറിയാനുള്ളതും അതുപോലെ ഡ്രെയിൻ പോർട്ടും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. AHUവിനെ പറ്റി മറ്റൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ AHUവിൻ്റെ ആക്ച്വേറ്റർ മോട്ടോർ. നമ്മളിവിടെ 3-way വാൽവാണ് യൂസ് ചെയ്യുന്നത്. ഡ്യൂറാ ഡ്രൈവിൻ്റെയും ഒരു ആക്ച്വേറ്റർ വാൽവാണ് ഈ കാണുന്നത്. ഇത് വെച്ചിട്ടാണ് AHUവിൻ്റെ ടെമ്പറേച്ചർ കൺട്രോളിങ് നടക്കുന്നത്. ഇത് ഒരു ഹൈഡ്രോളിക് വാൽവാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇതാണ് AHUവിൻ്റെ മോട്ടോർ. അത് ഡ്രൈവ് പുള്ളി, ബ്ലോവർ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊരു ബെൽറ്റ് ഡ്രൈവാണ്. ഈ ഒരു AHU 3 ബെൽറ്റാണ് ഇതിൽ യൂസ് ആക്കുന്നത്. SPV 1700 LW എന്ന മോഡൽ ബെൽറ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്യുന്നത്. 3 V ബെൽറ്റാണ് ഇതിൽ വരുന്നത്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. നോർമൽ ഇതിൽ വേറെ സൗണ്ടോ നോയ്സോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. മോട്ടോർ ബെയറിങ്ങും അതുപോലെ തന്നെ AHU ഷാഫ്റ്റ് ബെയറിംഗ് എല്ലാം നോർമലാണ്. നമുക്ക് ഇവിടെ ഒരു ക്രാക്ക് കാണുന്നുണ്ട്. ബെൽറ്റ് ക്രാക്കായിട്ടുണ്ട്. നമുക്കിത് എന്തായാലും റീപ്ലേസ് ചെയ്യണം. നമുക്കിത് റിമൂവ് ആക്കാം. ബെൽറ്റ് ഒന്നൊന്നായിട്ട് റിമൂവ് ചെയ്യാണ്. ഫസ്റ്റ് ബെൽറ്റ് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി 2 സൈഡിലത്തെ ഓരോ ബെൽറ്റ് റിമൂവ്. ഓക്കെ, നമുക്ക് 2 എഡ്ജിലുള്ള ഓരോ ബെൽറ്റ് വെച്ച് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്കുള്ളത് ലാസ്റ്റ് ഫൈനലായിട്ട് സെൻട്രലുള്ള ബെൽറ്റാണ്. അത് നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് അത് പുഷ് ചെയ്ത് ഇടാം. അതുപോലെ തന്നെ മോട്ടോർ സൈഡ് പുള്ളിയും പുഷ് ചെയ്തിടാം. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് റോയിലേക്ക് ആ ബെൽറ്റ് വന്നിരിക്കുന്നു. ഇനി അവിടെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ 3 ബെൽറ്റ് നമ്മൾ റിമൂവ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ മോട്ടോർ ബ്ലോവർ പുള്ളി മാത്രമായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് നോക്കാം. സൗണ്ട്സും കാര്യങ്ങളെല്ലാം നോർമലാണ്. ബെയറിംഗ് പ്രശ്നമൊന്നുമില്ല. അതുപോലെ മോട്ടർ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. മോട്ടോർ സൈഡും ക്ലിയറാണ്. ഇനി ഇതിൻ്റെ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അലൈൻമെൻറ്റ് ചെക്കിംഗ് ആണ്. 2 സൈഡും പുള്ളിയുടെ ഔട്ടർ വെച്ചിട്ട് നമ്മൾ ഒരു ത്രെഡ് നൂല് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യാണ്. നമുക്കിവിടെ അലൈൻമെൻറ്റ് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. മോട്ടോർ സൈഡും ഓക്കെയാണ്. എന്തായാലും നമുക്കിത് ബെൽറ്റ് ചേഞ്ച് ആകും. ഇതാണ് നമ്മുടെ ഡാമേജ് ആയ ബെൽറ്റ്. അവിടെ നമുക്ക് കാണാം ബെൽറ്റ് കട്ടായിരിക്കുന്നത്. ഒരു ബെൽറ്റേ നമുക്കൊരു ഡാമേജ് ഉള്ളൂ. എന്നാലും നമ്മൾ ചേഞ്ച് ആക്കുമ്പോൾ നമ്മൾ 3 ബെൽറ്റും ഒരേപോലെ ചേഞ്ച് ആക്കണം. കാരണം ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകും. ബെൽറ്റ് കാലപ്പഴക്കം കൊണ്ട് ബെൽറ്റ് വലിയാനും ഉള്ള ചാൻസസ് ഉണ്ട്.
ഇതാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ ബെൽറ്റ്. ഇത് ഡ്രൈവ് റൈറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ SPV 1700 ORS എന്ന മോഡലാണ്. നമുക്ക് ഏത് മോഡലാണെങ്കിലും ഇത് ഓക്കെയാണ്. ഇത് മിസ്തുബിഷി അങ്ങനെ പല ടൈപ്പ് വരുന്നുണ്ട്. സോ നമുക്ക് ആ ബെൽറ്റ് നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ആദ്യമായി നമ്മൾ സെൻട്രലത്തെ ബെൽറ്റ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും റൈറ്റ് സൈഡിൽ നമ്മൾ ബെൽറ്റ് കയറ്റി, അതുപോലെ മോട്ടോർ സൈഡും പുള്ളി കയറ്റി അത് പതുക്കെ റൊട്ടേറ്റ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ അത് സെൻറ്ററിലേക്ക് ഫ്ലോവർ സൈഡ്. സോ അടുത്തായി നമ്മളത് മോട്ടോർ സൈഡും സെൻറ്ററിലേക്ക് അറിയാണ്. അങ്ങനെ നമ്മുടെ സെൻട്രലത്തെ മോട്ടർ സെറ്റായിട്ടുണ്ട്. സെൻട്രലത്തെ ബെൽറ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് വശങ്ങളിലെയും ബെൽറ്റ് നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് ഹെവിയാണ്. ഓക്കെ, നമുക്ക് രണ്ട് ബെൽറ്റ് ഇപ്പോൾ ഓൾറെഡി അപ്ലൈ ആയിട്ടുണ്ട്. ഇനി ഒരു ബെൽറ്റ് കൂടെ ഉള്ളൂ, അതുകൂടെ നമുക്ക് ഇടാം. ഓക്കെ, 3 ബെൽറ്റും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ബെൽറ്റിൻ്റെ ലൂസ് ടൈറ്റ്നെസ് ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ബെൽറ്റ് ഒരുപാട് ലൂസ് ആകാനും പാടില്ല, അതുപോലെ തന്നെ ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാലും ബെൽറ്റ് ക്രാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു മീഡിയം ടൈറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഏകദേശം നമുക്കൊരു മീഡിയം ടൈറ്റിലാണ് അതിരിക്കുന്നത്. സോ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ബെൽറ്റ് ചേഞ്ചിങ് ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് AHU സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്തു. ഇത് VFD ഡ്രൈവ് ആയതുകൊണ്ട് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ഓടുന്നത്. അത് ആദ്യമേ 0 ഫ്രീക്വൻസിയിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രീക്വൻസിയിലേക്ക് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മുടെ ബെൽറ്റ് ചേഞ്ചിങ് ഇവിടെ അവസാനിച്ചു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.